അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. ഏറെ സ്നേഹമുള്ള ഖുർആൻ സംരംഭത്തിൻ്റെ പഠിതാക്കളെ, ശ്രോതാക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയെയാണ് അൽഹംദുലില്ലാ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാം നമസ്കാരങ്ങളിൽ 17 തവണ നാം നിർബന്ധമായും ഒരു ദിവസം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ അധ്യായം. അൽഹംദുലില്ലാ അതിൻ്റെ ആശയ വിശദീകരണങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നാം എത്തിയിട്ടുണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചത്. എന്താണ് ഹിദായത്ത് എന്നും എന്തൊക്കെ ഹിദായത്തുകൾ ഖുർആനിൽ പ്രസ്താവിച്ചിട്ടുണ്ട് എന്നും ഹിദായത്ത് എത്രത്തോളം പ്രധാനമാണ് മനുഷ്യ ജീവിതത്തിൽ എന്നതുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിവരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇനി സിറാത്തുൽ മുസ്തഖീം, നേരായ പാത, ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ വളവുകളില്ലാത്ത, വക്രതയില്ലാത്ത, സ്ട്രൈറ്റായ വഴിക്കാണ് ഭാഷയിൽ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയാം. സിറാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നേരെ ഉള്ള ഒരു പാതക്കാണ് പറയാം. മുസ്തഖീം എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഒരർത്ഥത്തിലും വക്രതയില്ലാത്തത്, ഒരു ചെറിയ ബെൻഡ് പോലും ഇല്ലാത്ത ഒരു പാത, അതാണ് സിറാത്തുൽ മുസ്തഖീം. അത് ഭാഷാപരമായി അങ്ങനെയാണ് അതിനെ വിശദീകരിക്കുന്നത്. നമ്മുടെ ഇസ്ലാമിക അർത്ഥത്തിലും ശർഈയായ അർത്ഥത്തിലും അത് തന്നെയാണ്. ഈ സിറാത്തുൽ മുസ്തഖീമിനെ വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകൾ പല നിലപാട് സ്വീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് പല വിശദീകരണങ്ങളും പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇതിനെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, പല രീതിയിലും പല നിലപാടിലുമാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളതെങ്കിലും ഇതെല്ലാം എത്തിച്ചേരുന്നത് ഒരേ ആശയത്തിലേക്ക് തന്നെയാണ്. അഥവാ വൈരുദ്ധ്യമുള്ള വിശദീകരണങ്ങളല്ല, വൈവിധ്യമായ വിശദീകരണങ്ങളാണുള്ളത്. സിറാത്തുൽ മുസ്തഖീമിനെ വിശദീകരിച്ച പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുമ്പോൾ അവരുടെയൊക്കെ വിശദീകരണം എത്തിച്ചേരുന്നത് ഒരേ കോണിലാണ്. എന്ന് വെച്ചാൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹു സുബ്ഹാനഹു വ തആലയും നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, ഇതാണ് സിറാത്തുൽ മുസ്തഖീം. അള്ളാഹുവും റസൂലും നമ്മെ നിർദ്ദേശിച്ചു തന്ന, നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾക്കാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുക. സഹോദരങ്ങളെ, ഇവിടെ സിറാത്തുൽ മുസ്തഖീമിനെ നാം പറയുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അതല്ലെങ്കിൽ നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സംശയമായിരിക്കാം. പണ്ഡിതന്മാർ ഈ സംശയത്തെ ക്ലിയർ ചെയ്യുന്നുണ്ട്. അഥവാ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുന്നവരാണ്, ആ മാർഗത്തിൽ നിലകൊള്ളുന്നവരാണ്. പിന്നെയും എന്തിനാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഇതൊരു സംശയമാണ്. അള്ളാഹുവെ, ഞങ്ങളെ നേരായ വഴിയിൽ നീ നിലനിർത്തണേ. യഥാർത്ഥത്തിൽ നമ്മൾ നേരായ വഴിയിലാണല്ലോ, പിന്നെയും എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? ഇതൊരു ചോദ്യമാണ്. ഇതിന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലയൊക്കെ മറുപടി നൽകുന്നുണ്ട്. ആ മറുപടി ധാരാളമാണ്. അതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞാൽ, ഹിദായത്തിലുള്ള ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥ മാർഗത്തിലുള്ള ആളുകൾ വീണ്ടും ഹിദായത്ത് ചോദിക്കുന്നത് ആ ഹിദായത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവെ, ഞങ്ങളെ ഈ മാർഗത്തിൽ തന്നെ നിർത്തണേ, ഞങ്ങൾക്ക് ഹുദ വർദ്ധിപ്പിച്ചു തരണേ, ഞങ്ങൾക്ക് ഹുദയിലേക്ക് തൗഫീക്ക് തരണേ. ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹിദായത്തിനെ ചോദിക്കുന്നത്. ഏതുപോലെ പരിശുദ്ധ ഖുർആൻ സൂറത്തു ആല ഇമ്രാൻ്റെ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്നു. റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അള്ളാഹുവെ, ഞങ്ങളുടെ ഹൃദയത്തെ നീ എന്ത് ചെയ്യരുത്? നേർമാർഗത്തിലായതിനു ശേഷം വഴിതെറ്റിച്ച് കളയരുത്. അള്ളാഹുവെ, നിൻ്റെ റഹ്മത്ത് ഞങ്ങൾക്ക് തരണം, നീ ഏറ്റവും കൂടുതൽ ഔദാര്യവാനാകുന്നു. ഈ പ്രാർത്ഥനയിലുള്ളത് എന്താ? മുഅ്മിനീങ്ങളാണ് ഈ പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവെ, ഞങ്ങളുടെ ഹിദായത്തിൽ ഞങ്ങളെ തെറ്റിച്ച് കളയരുത്.
അപ്പോൾ ഹിദായത്ത് തന്നെ ഉറപ്പിച്ചു നിർത്താനും ഹിദായത്ത് കൂടുതലായി കിട്ടുവാനും ഹിദായത്തിൻ്റെ മാർഗങ്ങളിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുവാനും വേണ്ടിയിട്ടാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി എന്താണ് സിറാത്തുൽ മുസ്തഖീം? ഇത് നമ്മൾ കൃത്യമായി പഠിക്കണം. കാരണം എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്ന് മനസ്സിലാക്കി ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവർ, അവൻ്റെ ജീവിതത്തിൽ അത് മതി. പിന്നെ വേറെ കുറേ സംഗതികൾ അന്വേഷിക്കേണ്ടതില്ല. എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ പല ഭാഗത്തും പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. സിറാത്തുൽ മുസ്തഖീം എന്താണെന്നത് അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞു. അടുത്ത ആയത്ത്, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അള്ളാഹു അനുഗ്രഹിച്ചവരുടെ പാത. സിറാത്ത അതെങ്ങനത്തെ പാതയാണ്? അല്ലദീന ഒരു കൂട്ടരുടെ പാതയാണ്. അൻഅംത നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ്, അല്ലേ? അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയ ആളുകളുടെ പാത. ആരാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയവർ? അത് കൃത്യമായി പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇൻ്റെ 69 പറയാൻ. നിങ്ങൾ ഇവിടെ കൃത്യമായി നമുക്കൊരു ആശയത്തെ വിശദീകരിച്ചു തരാൻ. പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുകളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ തഫ്സീറാണ് തഫ്സീറുൽ ഖുർആനി ബിൽ ഖുർആൻ. പരിശുദ്ധ ഖുർആനിനെ ഖുർആൻ കൊണ്ട് തന്നെ വിശദീകരിക്കുന്നു. അപ്പോൾ സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്നത് ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരാൻ, അല്ലേ? ഖുർആൻ തന്നെയാണ് നമുക്ക് പറഞ്ഞത്. എന്താ സിറാത്തുൽ മുസ്തഖീം? അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയവരുടെ പാത. ഇനി അള്ളാഹിൻ്റെ അനുഗ്രഹം കിട്ടിയവരാരാണ്? അത് അള്ളാഹു സൂറത്തുൻ നിസാഇൻ്റെ 69 പറഞ്ഞു, വമയ്യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം. ആരല്ലാഹുവിനെ റസൂലിനെ അനുസരിച്ചുവോ അവർ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിലാണ്. ആരാ അള്ളാഹു അനുഗ്രഹിച്ചവർ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. അപ്പം നബിമാരാണ് അള്ളാഹിൻ്റെ അനുഗ്രഹം കിട്ടിയവർ, ഒന്നാം സ്ഥാനത്ത്. അപ്പം നബിമാരുടെ ആദർശം എന്താണോ അത് നമ്മൾ സ്വീകരിച്ചാൽ മതി. സിദ്ദീഖീങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സിദ്ദീഖുകൾ, അവരാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ആളുകൾ. ശുഹദാക്കളാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയവർ. സ്വാലിഹുകളാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയവർ. സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ എന്താണ് സിറാത്തുൽ മുസ്തഖീം? ആരെയാണ് നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്? ആരോടാണ് നമ്മൾ സഹായം തേടേണ്ടത്? അത് നബിമാർ പഠിപ്പിച്ചു തന്നു. നബിമാരുടെ പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും പ്രിയപ്പെട്ടവരെ റബ്ബന എന്നോ അള്ളാഹുമ്മ എന്നോ റബ്ബി എന്നോ അല്ലാതെ വേറെന്തെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ? അള്ളാഹുവേ എന്നും റബ്ബേ എന്നും അതേപോലെ തന്നെ രക്ഷിതാവേ എന്നും അല്ലാത്ത പ്രിയപ്പെട്ടവരെ വേറെ എന്തെങ്കിലും ഒരു വാക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഇബ്രാഹിം എന്ന് വിളിച്ചത് കാണാനുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബി വിളിച്ചത് കാണാനുണ്ടോ? എവിടെയുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ സിറാത്തുൽ മുസ്തഖീം എന്താണ്? ഇവരൊക്കെ പഠിപ്പിച്ച ആദർശമാണ്. അത് അള്ളാഹ് പറഞ്ഞു. ഇനി ഒന്നുകൂടെ നമുക്ക് വ്യക്തമാക്കി തരാണ്. സൂറത്തു ആല ഇംറാൻ 51. സഹോദരങ്ങളെ, ഇത്ര സ്പഷ്ടമായ സുവ്യക്തമായ രീതിയിൽ അള്ളാഹു പറഞ്ഞിരുന്നില്ലേ, ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും, നിങ്ങളുടെയും എൻ്റെയും ഒക്കെ റബ്ബ് അള്ളാഹുവാണ്. ഫഅബുദുഹു, അതുകൊണ്ട് അവനെ ആരാധിക്കുക. ഹാദാ സിറാത്തുൽ മുസ്തഖീം. അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അതാണ്. നോക്കൂ നിങ്ങൾ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ റബ്ബ് അള്ളയാണ്. ഹാദാ സിറാത്തുൽ മുസ്തഖീം. സഹോദരങ്ങൾ, അതുകൊണ്ട് ആ സിറാത്തുൽ മുസ്തഖീമിലാവണം നമ്മൾ. അതല്ലാത്ത മറ്റു പൗരോഹിത്യം വിശദീകരിച്ച ആദർശത്തിൻ്റെ പിന്നാലെ ആവരുത്. ഈ അൻഅംത അലൈഹിം എന്ന് പറയുന്നവരാരാണ്? അള്ളാഹു പറഞ്ഞു. ആ അൻഅംത അലൈഹിം എന്ന് പറയുന്നവരിൽ ഒന്നാം കാറ്റഗറി ആരാണ്? നബിമാരാണ്. ആ നബിമാരുടെ ആദർശം എന്താണ്? അത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലല്ലേ? ആ നബിമാരെന്ത് ചെയ്തോ അത് നമ്മൾ ചെയ്താൽ മതി. ആ നബിമാരുടെ ജീവിതത്തിൽ അവർ സ്വീകരിച്ച ആദർശത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ മതി സഹോദരങ്ങൾ. അതുകൊണ്ട് അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് വ്യക്തമാണ്. ഇനി സിറാത്തുൽ മുസ്തഖീമിന് എതിരായി നിൽക്കുന്നതാണ് ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇതുകൂടെ ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കുക. ഈ സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനമായി ഗൈരിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവിൻ്റെ ദേഷ്യത്തിന് ഇരയായവർ. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് വലദ്ദാല്ലീൻ, വഴികേടിലായ ആളുകളല്ല. അപ്പോൾ വഴി പിഴച്ചവർ, കോപിക്കപ്പെട്ടവർ. ഇതിൽ ആരാണ് കോപവിധേയവർ? അതേപോലെ തന്നെ ആരാണ് വഴി പിഴച്ചവർ? ഇത് നമ്മൾ മനസ്സിലാക്കണം. അത് മഹാനായ ഇമാം അഹ്മദ്, തിർമിദി, അതേപോലെ തന്നെ ഇബ്നു ജരീർ, ഇബ്നു അബി ഹാത്തിം, ഇബ്നു ഹിബ്ബാൻ റഹിമഹുമുള്ള ഇവരെ പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരു ഹദീസുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് തന്നെ അവർ റിപ്പോർട്ട് ചെയ്യാണ്, കോപവിധേയർ കൊണ്ട് ഉദ്ദേശിച്ചത് ജൂതന്മാരാണ്, യഹൂദികളാണ്. ലാലുകൾ, വഴി പിഴച്ചവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നസറാനികളാണ്
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായി വന്നിരിക്കുന്നു എന്ന് ആരാ പറയുന്നത്? ഇബ്നു ഹിബ്ബാൻ, തിർമുദി, അതേപോലെ തന്നെ ഇബ്നു ജരീർ, ഇബ്നു അബി ഹാറ്റിം, അതേപോലെ തന്നെ ഇമാം അഹ്മദ്. ഇങ്ങനെയുള്ള പ്രസിദ്ധരായ മുഹദ്ദീസുകളിലെ ഗ്രന്ഥങ്ങളിൽ വന്ന ഒരു ഹദീസാണ്. മനസ്സിലായോ? അപ്പോൾ അവർ പറഞ്ഞ ചില ഹദീസുകളിൽ നിന്ന് അതിൻ്റെ ഒരു ആശയമാണ് അഹ്മാനി മൗലവി റഹിമഹുല്ലാഹ് നമുക്ക് പറഞ്ഞു തരുന്നത്. കോപവിധേയർ എന്ന് പറഞ്ഞാൽ ജൂതർ, യഹൂദികൾ. വഴിപിഴച്ചവർ എന്ന് പറഞ്ഞാൽ നസ്രാനികൾ. അപ്പോൾ വ്യക്തമാണ്. ഇനി സത്യമറിഞ്ഞു എതിരായി എന്നതുകൊണ്ടാണ് ആര് കോപവിധേയരായത്? അള്ളാഹിൻ്റെ കോപത്തിന് ഇരയായത് എന്തുകൊണ്ടാണ്? സത്യമറിഞ്ഞവരെതിരായി. ജൂതന്മാർക്ക് സത്യം അറിയാമായിരുന്നു, പക്ഷേ എന്നിട്ടും എതിരായി, അല്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കാണ്, മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന് യഅരിഫൂനഹും കമാ യഅരിഫൂന അബ്നാഅഹും ഖുർആൻ പറഞ്ഞല്ലേ? മക്കളെ അറിയുന്നത് പോലെ നബിയെ അവർക്ക് അറിയാമായിരുന്നു, അത് നബിയാണെന്ന്. പക്ഷേ അവരെതിരായി. അപ്പോൾ സത്യമറിഞ്ഞ് സത്യത്തിനോട് എതിര് നിന്നതുകൊണ്ടാണ് അവർ കോപവിധേയരായി മാറിയത്. സത്യമറിയാതെ വഴിതെറ്റിപ്പോയത് കൊണ്ടാണ് നസാറാക്കൾ വഴിപിഴച്ചവരായി മാറിയതെന്നാണ്. ചുരുക്കത്തിൽ സത്യം അന്വേഷിച്ചറിയുകയും, ഈ വാചകം നമ്മൾ കൃത്യമായി നമ്മുടെ മനസ്സിൽ വേണം, സത്യം അന്വേഷിച്ചറിയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത ആളുകൾ അനുഗ്രഹീതർ. എങ്ങനെ? സത്യത്തെ അന്വേഷിച്ചു, കണ്ടുപിടിച്ചു, അത് മനസ്സിലാക്കി, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് ഇരയായവർ. എന്നാൽ സത്യം അറിഞ്ഞു എന്നിട്ടും അതിനെതിരായി ജീവിച്ചു, അനുഷ്ഠാനത്തിൽ അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങളിൽ അതൊന്നും കൊണ്ടുവന്നില്ല. സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ അതിനെതിരായി ജീവിച്ചു, അവർ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായവർ. മൂന്നാമത്തൊരു വിഭാഗമാണ് സത്യം മനസ്സിലാക്കാതെ സത്യമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ. അവരാണ് വഴിപിഴച്ച ആളുകൾ. മഹാനായ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി ഇവിടെ ഇത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലൂടെയെല്ലാം. അഥവാ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയാണ്, ക്രിസ്ത്യാനികളെ പറ്റി വഴിപിഴച്ചവർ എന്ന് പറയുന്നത് അവർ സത്യമറിയാതെ പിഴച്ചത് കൊണ്ടാണെന്നും ഇമാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. യഹൂദികളെക്കുറിച്ച് അവർ കോപവിധേയരാണ് എന്ന് പറയാനുള്ള കാരണം അവർ അറിവുണ്ടായിട്ടും എന്ത് ചെയ്തു? അതിനെതിരായി എന്നുള്ളതാണ്. ക്രിസ്ത്യാനികളെക്കുറിച്ച് അവർ വഴിപിഴച്ചവരാണ് എന്ന് പറയാനുള്ള കാരണം അവർ സത്യമറിയാതെ വഴിതെറ്റിപ്പോയി എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഇതിൻ്റെ മധ്യത്തിലാണ്. നമ്മൾ സത്യം മനസ്സിലാക്കുന്നു, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു. സത്യം മനസ്സിലാക്കിയിട്ട് അതിനെതിരെ നിൽക്കുന്നവരാരാ? ജൂതന്മാരുടെ സ്വഭാവക്കാരാണ്. സത്യമറിയാതെ കുറേ ആരാധനകളും വിഭാഗത്തുകളുമായി പോകുന്നവരാരാ? അവർ വഴിപിഴച്ച ആളുകളാണ്, നസാറാക്കൾക്ക് സമാനമാണ്. നമ്മളോ സത്യത്തെ പഠിക്കുന്നു, സത്യം ജീവിതത്തിൽ അറിയുന്നു, അന്വേഷിക്കുന്നു, എന്നിട്ട് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് അർഹരായ ആളുകളായിത്തീരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പഠിക്കുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അറിഞ്ഞ അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതിരിക്കുക എന്നതും പ്രശ്നമാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സൂറത്തുൽ ഫാത്തിഹയുടെ ഏറ്റവും കാതലായ ഒരു വശം കൂടിയാണ് ഇത്. ഒരാൾ അറിവ് അറിഞ്ഞിട്ട് അത് ജീവിതത്തിൽ പകർത്താതിരിക്കുമ്പോൾ അവനക്ക് ജൂതൻ്റെ സ്വഭാവമുള്ളതായിട്ടാണ് മഹാന്മാരെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അമലാക്കണം. പഠിക്കാനുള്ള കാര്യങ്ങളെ അന്വേഷിച്ചറിയണം. പഠിക്കാതെ കുറേ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക എന്നത് ശരിയായ നിലപാടല്ല. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കോപത്തിന് എന്തുകൊണ്ടാണ് ജൂതന്മാർ വിധേയരായി എന്നത് നമ്മൾ കാതലായ വശത്തെ പഠിക്കുക. എന്തുകൊണ്ടാണ് വഴിപിഴച്ച ആളുകളായി നസാറാക്കളെ പരിചയപ്പെടുത്തിയത് എന്ന ഭാഗത്തെയും നമ്മൾ പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതലായി കാര്യങ്ങളെ ഉൾക്കൊണ്ട് കൂടുതലായി കാര്യങ്ങളെ മനസ്സിലാക്കി അന്വേഷിച്ചറിയുവാനുള്ള മാനസികമായ താല്പര്യവും ഹൃദയവിശാലതയും നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാൻ റബ്ബിൻ്റെ ദീനിനെ കൃത്യമായി പഠിക്കാൻ, ഖുർആനിൻ്റെ ആശയ വിശദീകരണത്തെ യഥാർത്ഥ അഹ്ലുസുന്നയുടെ മദ്ഹബിൽ നിന്നുകൊണ്ട് പഠിച്ചു മനസ്സിലാക്കുവാൻ, അങ്ങനെ മരണപ്പെട്ടു പോകാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.